വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 12 വാക്യങ്ങൾ 27 മുതൽ 33 വരെ. മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇത് കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു. എന്നാൽ ചിലർ, ഒരു മാലാഖ അവനോട് സംസാരിച്ചു എന്നും. ഈശോ പറഞ്ഞു, ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അവൻ ഇത് പറഞ്ഞത് താൻ ഏത് വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നതെന്ന് സൂചിപ്പിക്കാനാണ്. സഹോദരരെ, ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം 9 വാക്യങ്ങൾ 15 മുതൽ 28 വരെ. രക്തത്താൽ മുദ്രിതമായ പുതിയ ഉടമ്പടി. വിളിക്കപ്പെട്ടവർ നിത്യാവകാശത്തിന്റെ വാഗ്ദാനം പ്രാപിക്കുന്നതിനെ ആദ്യത്തെ ഉടമ്പടിക്ക് കീഴിലെ ലംഘനങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി നടന്ന മരണത്തിലൂടെ അവൻ ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ്. ഉടമ്പടി സ്ഥിരീകരിക്കപ്പെടുന്നതിന് അതെഴുതിയവന്റെ മരണം ആവശ്യമായിരിക്കുന്നു. ഉടമ്പടി സ്ഥിരീകൃതമാകുന്നത് മൃതശരീരങ്ങളിലൂടെയാണ്. കാരണം എഴുതിയവൻ ജീവിച്ചിരിക്കെ അതിനെ ഒരിക്കലും സാധുതയില്ല. അതിനാൽ രക്തം കൂടാതെയല്ല ആദ്യത്തേത് സമാരംഭിച്ചത്. മോശ നിയമപ്രകാരമുള്ള എല്ലാ കൽപ്പനകളും സകല ജനത്തെയും അറിയിച്ച ശേഷം പശുക്കുട്ടികളുടെയും ആടുകളുടെയും രക്തം ജലത്തോട് ചേർത്ത് ചെമ്മന്ന ആട്ടിൻരോമവും ഹീസോപ്പും കൊണ്ട് പുസ്തകത്തിന്മേലും ജനങ്ങളുടെ മേലും തളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള ഉടമ്പടിയുടെ രക്തമാണ്. അപ്രകാരം തന്നെ കൂടാരത്തിന്മേലും ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങളിന്മേലും അവൻ രക്തം തളിച്ചു. നിയമപ്രകാരം എല്ലാ വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. സ്വർഗത്തിലുള്ളവയുടെ സാദൃശ്യങ്ങൾ ഇവയിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്ന പോലെ സ്വർഗീയ കാര്യങ്ങളും ഇവയേക്കാൾ മെച്ചമായ ബലികൾ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഹസ്തനിർമ്മിതവും സാക്ഷാലുള്ളവയുടെ പ്രതിരൂപങ്ങളുമായ ഒരു വിശുദ്ധ സ്ഥലത്തേക്കല്ല, പിന്നെയോ സ്വർഗത്തിലേക്ക് തന്നെയാണ് നമുക്ക് വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ സന്നിഹിതനാകാൻ മിശിഹ ഇപ്പോൾ പ്രവേശിച്ചത്. പ്രധാന പുരോഹിതൻ തൻ്റെതല്ലാത്ത രക്തത്തോടുകൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്ന പോലെ പല പ്രാവശ്യം തന്നെ തന്നെ സമർപ്പിക്കാനായിരുന്നില്ല. അത് ആയിരുന്നെങ്കിൽ ലോകസ്ഥാപനം മുതൽ കൂടെ കൂടെ അവൻ പീഡ സഹിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ കാലത്തിന്റെ പൂർണ്ണതയിൽ തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപനിർമാർജനത്തിന് ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷമാക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യർ ഒരിക്കൽ മാത്രം മരിക്കണം, അതിനുശേഷം വിധി. അതുപോലെ മിശിഹായും അനേകരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ രണ്ടാമതും പാപത്തെ പ്രതിയല്ല, രക്ഷയ്ക്ക് വേണ്ടി തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നു.